സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് പോലീസ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്ക് നിയോഗിച്ച സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്കും പണം നൽകിയില്ല. 6.5 കോടി രൂപക്കടുത്താണ് ആകെ നൽകാനുള്ളത്. DGP കത്ത് നൽകിയിട്ടും ധനവകുപ്പ് അനങ്ങിയിട്ടില്ല. ജനം ബ്രേക്കിംഗ്. രാജീവ് തുടരുന്നു. രാജീവ്, സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നതിനെ കുറിച്ചാണ് നേരത്തെ ചർച്ച ചെയ്തത്. ഇപ്പോഴിതാ പോലീസ് അനുഭവിക്കുന്ന ദുരിതങ്ങൾ. DGP ധനവകുപ്പിന് കത്ത് നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക്, സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കാനില്ല, അവർക്ക് പണം കൊടുക്കാനില്ല എന്നൊരു അവസ്ഥ സംജാതമായിരിക്കുന്നു. ഇതെങ്ങനെ മറികടക്കും? അല്ലംബിയർ, തീർച്ചയായും ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെ പോലും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് പോലീസ് വരുന്നത്. പക്ഷേ പോലീസിന്റെ പ്രവർത്തനത്തിനും പണം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ വരുന്നത് പക്ഷേ പോലീസിന്റെ പ്രവർത്തനത്തിനും പണം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പോലീസിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. ഈ സ്വകാര്യ പമ്പുടമകൾക്ക് ഇന്ധനം വാങ്ങിയ വകയായി 200 കോടി രൂപയ്ക്കടുത്ത് ലഭിക്കാനുണ്ട്. അത് കാരണം ഇപ്പോൾ സ്വകാര്യ പമ്പുടമകൾ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നില്ല. സ്വന്തം കയ്യിൽ നിന്നും മറ്റും പണം കൊണ്ട് പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കേണ്ട ഒരു ഗതികേട് പോലും സംസ്ഥാനത്തെ പോലീസ് സേനയിലെ അംഗങ്ങൾക്കുണ്ട് എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഈ ഇതര സംസ്ഥാനങ്ങളിലും മറ്റും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി പോയതിനു ശേഷം തിരിച്ചു വരാൻ പണമില്ല. ഈ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാത്ത ഗതികേട് തമിഴ്നാട്ടിൽ പോയ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുകയും അവരതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അയച്ചു തരികയും ചെയ്തിരുന്നു. ഇത് ജനം TV വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഈ വാഹനങ്ങൾ തിരികെ എത്തിക്കാൻ ആവശ്യമായ പണം നൽകുന്നത്. അത്തരത്തിലുള്ള വലിയ ഗതികേടുകൾ തന്നെയാണ് സംസ്ഥാന പോലീസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് വാഹനങ്ങളിൽ AC ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം നൽകുന്നു. നിശ്ചിത കിലോമീറ്ററിനപ്പുറം പോലീസ് വാഹനങ്ങൾ പോകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന മേഖല, ക്രമസമാധാന രംഗം കുത്തഴിഞ്ഞു കിടക്കുമ്പോഴാണ് ഈ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയും പോലീസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ. 25,000-ഓളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയാണ് 2 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി നിയോഗിച്ചത്. NCC അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ വിരമിച്ച സൈനികർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെയാണ് ഈ രീതിയിൽ ഡ്യൂട്ടികൾക്കായി നിയോഗിച്ചിരുന്നത്. 2 ദിവസത്തേക്ക് 2,600 രൂപയായിരുന്നു ഇവർക്ക് വേതനമായി നിശ്ചയിച്ചിരുന്നെങ്കിൽ ഈ പണം പോലും ഇതുവരെ നൽകിയിട്ടില്ല. 6.5 കോടി രൂപ വേണം ഇവർക്ക് പൂർണ്ണമായും പണം വിതരണം ചെയ്യണമെങ്കിൽ. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി 5 തവണയാണ് ധനവകുപ്പിന് കത്ത് നൽകിയത്. ഇതുവരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം 163 കോടി രൂപ പോലീസ് സേനയിലെ ആവശ്യത്തിനായി വേണം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ഡ്യൂട്ടികൾക്കായാണ് ഈ പണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ധനവകുപ്പ് അനുവദിച്ചത് 50 കോടിയിൽ താഴെയാണ്. ആ പണം പോലും നിലവിലിപ്പോൾ ധനവകുപ്പ് പോലീസിനെ കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയാണ് സംസ്ഥാന പോലീസും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പണം നൽകാം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്താൻ നിലവിലിപ്പോൾ പോലീസ് മേധാവിക്ക് കഴിയുന്നില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാന പോലീസ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പോലീസ് മേധാവി നിരവധി തവണ ധനവകുപ്പിന് കത്ത് നൽകിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഒരു തീരുമാനവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വസ്തുത കൂടിയാണ് നിലനിൽക്കുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ വാഹനങ്ങൾ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. കാരണം പരാതിയുമായി എത്തുന്നവരിൽ നിന്ന് വരെ പണം വാങ്ങിക്കൊണ്ട് പോലീസ് വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട അവസ്ഥയുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ഗതികേടുണ്ട് എന്നാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് രഹസ്യമായി പറയുന്നത്. പക്ഷേ പരസ്യമായി ഇക്കാര്യം പറയാൻ അവർക്ക് കഴിയില്ല. ആ ഒരു പരിമിതി കൂടി നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി പോലീസിനെ കൂടി ബാധിക്കുകയാണ്. അല്ല നമ്പ്യാർ. നന്ദി രാജീവ്, വിശദമായ റിപ്പോർട്ട് നൽകിയതിന്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് പോലീസ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്ക് നിയോഗിച്ച സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്കും പണം നൽകിയില്ല. 6.5 കോടി രൂപയ്ക്കടുത്താണ് ആകെ നൽകാനുള്ളത്. DGP 6 തവണ കത്ത് നൽകിയിട്ടും ധനവകുപ്പ് അനങ്ങിയില്ല. രാജീവാണ് വിവരങ്ങൾ നൽകിയത്.